ഹായ് ഫ്രണ്ട്സ്, നമ്മളൊരു ഗോതമ്പ് പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് ഡിഷ് നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. 1/2 കിലോ ബ്രോക്കൺ വീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 1/2 കിലോ നുറുക്കിയ ഗോതമ്പ് നമ്മൾ വെള്ളത്തിൽ നന്നായിട്ട് അരമണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കണം. അപ്പോൾ സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് കുക്കായി സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു 1/2 കിലോ ഗോതമ്പ് വെച്ച് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിയിലുള്ളൊരു പായസം നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനുശേഷം നമുക്കിത് ഒരു പ്രഷർ കുക്കറിലിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പ്രഷർ കുക്കറിലിട്ടതിന് ശേഷം നന്നായിട്ട് ഏകദേശം ഒരു 1/2 കുക്കറോളം വെള്ളം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഗോതമ്പ് നന്നായിട്ട് മുങ്ങുന്ന വിധത്തിൽ വെള്ളം വയ്ക്കുക. അതിനുശേഷം ഒരു 30 മിനിറ്റ്സ് നല്ല ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 വലിയ തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കട്ടിയുള്ള പാല് 1-ാം പാൽ അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ 2-ാം പാൽ അധികം കട്ടിയില്ലാത്ത രണ്ടാമത് നമ്മൾ എടുക്കുന്ന പാലാണ് 2-ാം പാൽ. അത് നമ്മൾ വേറൊരു ബൗളിലേക്കായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമ്മൾ 1/2 കിലോ ഗോതമ്പിന് 1 കിലോ ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് പീസസ് ആക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ ശർക്കര നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊരു അത്യാവശ്യം നല്ല മധുരം ഈ ഒരു ഫുൾ ശർക്കര ഒഴിച്ച് കഴിയുമ്പോൾ ഉണ്ടാവും. ഇത്ര മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ നമ്മുടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുള്ള ഗോതമ്പ് നമ്മളൊരു പാനിലേക്ക് മാറ്റാണ്. അപ്പോൾ നമ്മൾ ഏത് ഉരുളിയിലാണോ എന്തിലാണോ പായസം റെഡിയാക്കുന്നത് ആ ഒരു പാനിലേക്ക് മാറ്റുക. നമ്മളിവിടെ എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അതായത് കട്ടിയുള്ള പാലല്ല, കട്ടിയില്ലാത്ത നമ്മൾ രണ്ടാമത് എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് ലൂസായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 5-6 ഏലക്ക, 1/2 ടീസ്പൂൺ ചുക്ക്, 1 ടീസ്പൂൺ നല്ല ജീരകം നന്നായിട്ടൊന്ന് വറുത്ത് പൊടിച്ചെടുക്കുക. ചുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ച് ചേർക്കാം, ഏലക്ക ഒന്ന് ചതച്ച് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് 1/4 ഭാഗം ഒഴിച്ചതിന് ശേഷം മധുരം നോക്കിയതിന് ശേഷം ഇനി ബാലൻസ് ശർക്കര ഒഴിച്ചാൽ മതിയാവും. അതെല്ലാം നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ശർക്കര ഫുള്ളായിട്ട് ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു പായസത്തിന് നല്ലൊരു മധുരം കിട്ടും. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തിളച്ച് വന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഞാൻ നമ്മുടെ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അതായത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ നമ്മൾ ഈ ടൈമിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ നമ്മൾ നമ്മുടെ ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക. ഈ 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ പായസം ഒത്തിരി തിളപ്പിച്ച് കഴിഞ്ഞാൽ പായസം പിരിഞ്ഞു പോകും. അതുകൊണ്ട് 1-ാം പാൽ ഒഴിച്ചാൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കുക. അതാണ് നല്ലത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിൽ ഞാനിവിടെ കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മിൽക്ക് മെയ്ഡ് നമ്മുടെ മധുരത്തിനനുസരിച്ച് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഒഴിച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക നല്ലൊരു ടേസ്റ്റ് നമ്മുടെ പായസത്തിന് കിട്ടും. അപ്പോൾ എല്ലാവരും ഈ ഒരു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. പിന്നീട് നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് നമ്മൾ കാഷ്നട്ട് മുന്തിരി ഇതുപോലെ വറുത്തിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് നമ്മൾ താല്പര്യത്തിനനുസരിച്ച് നമ്മളിത് കുറച്ച് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ ഒന്ന് വറുത്തതിന് ശേഷം നമുക്ക് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളിതെല്ലാം വറുത്തിടുന്നത് നെയ്യിലാണ്. അപ്പോൾ പിന്നീട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.